പേര് ജോയൽ ജോൺസൺ. ഞാനിപ്പോൾ നൽകുന്നത് എൻ്റെ റോബിനങ്ങളുടെ ഫാമിലാണ്. വാ, നിങ്ങൾക്ക് ഞാൻ പന്നിയെ കാണിച്ചു തരാം. ഇവിടെയാണ് ചെറിയ പന്നികൾ. അങ്കിളെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ വേണ്ടിയാണ് വന്നത്. നീ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോ. എത്ര വർഷമായി പന്നി വളർത്താൻ തുടങ്ങിയിട്ട്? ഞാനൊരു 9 വർഷം ആയി പന്നി വളർത്തലിലേക്ക് ഇറങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം? എനിക്ക് കൂടുതലായിട്ടും കാർഷിക മേഖലയോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ആദ്യമായി തുടങ്ങിയപ്പോൾ എത്ര പന്നികൾ ഉണ്ടായിരുന്നു? ഇത്രയും വർഷങ്ങൾ കൊണ്ട് എത്ര പന്നികളെ വളർത്തി? ഞാൻ ആദ്യമായിട്ട് തുടങ്ങുമ്പം ഒരു 6-7 പന്നിയും കൊണ്ടാണ് തുടങ്ങിയത്. അത് പെറ്റുപെരുകി ആണ് ഞാനിപ്പോൾ ഈ ലെവലിലേക്ക് എത്തിയത്. ഇതിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ ആണ് കൊടുക്കുന്നത്? ഇതിന് കൊടുക്കുന്നത് ഹോട്ടലിലെ മിച്ചഭക്ഷണമാണ് കൊടുക്കുന്നത്. അത് ഞാൻ വണ്ടിയും കൊണ്ട് പോയി അത് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര പന്നികളുണ്ട്? ഒരു 100-150 പന്നികളോളം ഉണ്ട്. കൂട് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൂട് പണിയുമ്പം ഒന്ന്, ആൾതാമസം ഇല്ലാത്ത സ്ഥലത്ത് ഈ കൂട് പണിയാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ഗ്യാസ് പ്ലാന്റ്, സെപ്റ്റിക് ടാങ്ക് ഉള്ള എല്ലാ കാര്യങ്ങളും പണിയാനുള്ള സംവിധാനങ്ങൾ നോക്കുക. എങ്ങനെയാണ് ഇതിന് വിൽപ്പന? ഇത് ഞാൻ കൂടുതലായിട്ടും ആവശ്യക്കാർ വരുമ്പം ഇവിടെ ആവശ്യക്കാർ വരും, അന്നേരം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര തൂക്കം വരും ഏകദേശം ഒരു പന്നിക്ക്? ഒരു പന്നിക്ക് 100 മുതൽ 150 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. പന്നി വളർത്താൻ ലാഭകരമാണോ എന്നാണോ അഭിപ്രായം? ഇപ്പം നിലവിലുള്ള തൊഴിലിൽ പന്നി വളർത്താണ് ലാഭകരമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള എല്ലാ ഫീൽഡും ഇപ്പോൾ ഒരു വിഷമസന്ധിയിലാണല്ലോ. ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഇനി മുന്നോട്ട് ഈ തൊഴിലിലൂടെ തന്നെ പോകാനാണ് തീരുമാനം. അങ്കിള് തന്നെയാണോ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാനും ഉണ്ട്, ഒരു പണിക്കാരനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് പണികളെല്ലാം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അങ്കിളിന് താങ്ക് യു. താങ്ക് യു.